പ്രതീക്ഷകളെയും കണക്കുകൂട്ടലുകളെയും കടത്തിവെട്ടി വിജയം നേടുക എന്നത് ബി.ജെ.പിയുടെ ഒരു ശീലമാണ്. പാർട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ പറയേണ്ടതില്ലല്ലോ. 2023-24 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ 8.4% വർധനവ് രേഖപ്പെടുത്തി. 6 മുതൽ 6.9% വരെ വളർച്ച നേടുമെന്നായിരുന്നു മിക്ക ഏജൻസികളും പ്രവചിച്ചിരുന്നത്. റിസർവ് ബാങ്ക് കണക്കാക്കിയിരുന്നതാകട്ടെ 6.5% വളർച്ചയും. ഇവയെല്ലാം ബഹുദൂരം പിന്നിലാക്കിയാണ് 8.4% എന്ന ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. GDP 43.72 ലക്ഷം കോടിയായി ഉയർന്നു. ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ വളർച്ചാ അനുമാനം 7.3% തിരുത്തി 7.6% കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നിർബന്ധിതരായി. പ്രസ്തുത കാലയളവിലെ ജപ്പാന്റെ വളർച്ചാ നിരക്ക് 1%, അമേരിക്കയുടേത് 3.1%, ചൈനയുടേത് 5.2%മാണെന്നിരിക്കെ ഭാരതത്തിന്റെ 8.4% എന്ന വളർച്ച വികസിത രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ്. നോട്ട് നിരോധനവും GSTയും രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കു കാരണമാകുമെന്ന് പ്രചരിപ്പിച്ചിരുന്നവരെ ഇപ്പോൾ കാണാനില്ല. രഘുറാം രാജന്റെ അനുയായികളും ഒളിവിലാണ്. ആർക്കും ഇപ്പോൾ GDPയെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. കഴിഞ്ഞ 10 വർഷമായി തന്റെ വിരോധികൾ അനുഭവിക്കുന്ന ചൊറിച്ചിൽ ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുറപ്പായതുകൊണ്ടാകണം രാജ്യത്ത് ഒരു ദിവസം 3 ജൻ ഔഷധി കേന്ദ്രങ്ങൾ വീതം തുറക്കാൻ മോദിജി തീരുമാനിച്ചത്.